കേരളീയരുടെ മാതൃഭാഷ മലയാളം. ശുദ്ധമായ മലയാളം പറയുന്ന ആരാന്ന് വെച്ചാൽ മധ്യ തിരുവിതാംകൂറുകാരാണെന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയാണ്. ഈ മധ്യ തിരുവിതാംകൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് എറണാകുളം ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഭാഷയുടെ സ്ലാങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, ചില വാക്കുകളിൽ വ്യത്യാസം ഉണ്ടാകും. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി മലബാറിലേക്ക് പോയാൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മലയാളമായിരിക്കും കേൾക്കാൻ പറ്റുക. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഈ അടുത്ത സമയത്ത് ഈ മഴയത്ത് റോഡൊക്കെ പൊളിഞ്ഞതിനെ കുറിച്ച് എന്തോ ചോദ്യം ചോദിച്ചാൽ പറഞ്ഞു, അതങ്ങനെയാണ്, മഴ വരുമ്പോൾ റോഡിൽ കുയ്യൊക്കെ ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഡിജിരിയൊക്കെ വന്നു, ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമൊക്കെ ആയി മാറി. അപ്പോൾ എന്താ നമ്മുടെ ബഷീറിന് ഇങ്ങനെ പറഞ്ഞുകൂടെ? അവിടെയും ബഷീർ അല്ല പറയുന്നത്, ബഷീർ. അപ്പൊ മയ കുയി എന്നൊക്കെ പറയുന്നത് അവിടെ അങ്ങനെ ഒരു ലോക്കലി ഉപയോഗിക്കാമെങ്കിലും നല്ല മലയാളം പറയുമ്പോൾ നമ്മൾ സാധാരണ മയ എന്ന് പറയാറില്ല, മഴ എന്ന് തന്നെ പറയും. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വീണ്ടും ഉണ്ട്, കൊല്ലത്തേക്ക് അല്ല് അല്ലെ പത്തനംതിട്ടയിലേക്ക് അല്ല്, അവർക്ക് ഭാ എന്ന് പറയാൻ അറിയില്ല, അവർ ഭാര്യയെന്നേ പറയുള്ളൂ, ഭർത്താവെന്നേ പറയുള്ളൂ, ഭാഷയെന്നേ പറയുള്ളൂ. ശരിയായിരിക്കാം. അങ്ങനെ എല്ലാത്തിനും ന്യായീകരിക്കല്ലോ വേണ്ടത്. ഇവിടെ ഈ മലയാളത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ചില പ്രശ്നം. ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകം, അദ്ദേഹത്തിന്റെ ഭാഷ അല്ലെങ്കിൽ ആ രചനാശൈലിയൊക്കെ നമ്മൾ എല്ലാവരും പഠിക്കുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധമായ ഭാഷ സംസാരിക്കേണ്ട, പഠിക്കേണ്ട എന്നൊക്കെയുണ്ടോ? എന്താണ് ഈ PK ബഷീറിനെ ഇത്രയധികം ന്യായീകരിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം? അല്ല, PK ബഷീർ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആളായിത്തീരുന്ന ഒരാളാണ്. ഒന്ന് മണ്ടത്തരവും, മറ്റൊന്ന് എന്താ പറയാ പോക്രിത്തരവും. രണ്ട് തരങ്ങളാണ്. മണ്ടത്തരവും പോക്രിത്തരവും ചേർന്നാൽ PK ബഷീറായി. അദ്ദേഹം മന്ത്രിയായത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളമുണ്ട്. നമ്മളെ കേസിൽ സാക്ഷി പറയാൻ വന്നാൽ ആരെങ്കിലും വന്നാലുണ്ടല്ലോ അവന്റെ കയ്യും കാലും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന രീതിയാണ് പൊതുയോഗം. അദ്ദേഹത്തിന്റെ പൊതുയോഗം അങ്ങനെ കൊല്ലപ്പെട്ട ആളുകളുണ്ട്. അത്തരം കൊലപാതക കേസുകളിലൊക്കെ അദ്ദേഹം പ്രതിയായിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഒന്ന് അദ്ദേഹത്തിൻ്റെത് ഈ പോക്രിത്തരമാണ് അദ്ദേഹത്തിന് കയ്യിലിരിപ്പ്. രണ്ട്, നിയമസഭയിൽ ഈ PK ബഷീറിന്റെ പ്രസംഗം ശ്രദ്ധിച്ചില്ലേ? അത് ആഘോഷിക്കാൻ വേണ്ടി മുറിച്ചിടുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി മാത്രമുള്ള ചാനലുകളുണ്ട് ഓൺലൈനിലൊക്കെ. അതെന്താ പണിയെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഈ വികലമായ മലയാളമേ പറയുള്ളൂ. ഞാൻ അതിനെ വികലം എന്ന് തന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേ പറയുള്ളൂ. അതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഞങ്ങളെ മലബാറിലൊക്കെ മലയാളം പഠിക്കുമായിരുന്നില്ല. അതിൻ്റെ ന്യായമുണ്ട്. ഇംഗ്ലീഷ് പഠിക്കൂല, കാരണം അത് ചെകുത്താന്റെ ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ്. മലയാളം നരകത്തിലെ ഭാഷയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷും പഠിക്കൂല, മലയാളം പഠിക്കൂല. ചുരുക്കത്തിൽ സ്കൂളിൽ പോകണമെന്നില്ല. പിന്നെ ക്രമേണയാണ് എത്രയോ മുസ്ലിം പരിഷ്കർത്താക്കൾ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയത്. ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ വന്ന് ഓടിക്കെത്തച്ചെത്തിയിട്ട് ഇപ്പൊ മറ്റാരെക്കാളും മുമ്പിലാണ് പഠിക്കുന്ന കാര്യത്തിൽ. ഇപ്പൊ ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് ഒരു കാലത്ത് കുറെ കാലത്ത് പെൺകുട്ടികൾ പഠിക്കണ്ട, വേണമെങ്കിൽ ആൺകുട്ടികൾ പഠിച്ചോട്ടെ എന്നായി. പിന്നെ പെൺകുട്ടികളെ അതൊക്കെ ചേർക്കാൻ തുടങ്ങിയപ്പോൾ മുഴുവൻ റാങ്കും അവർക്കായി. അപ്പോൾ മുഴുവൻ അട്ടിമറിക്കുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മലബാറിലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ നയിക്കുന്നത് ശരിക്കും പെൺകുട്ടികളാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ ആ കാലത്ത് മലയാളം പഠിക്കാൻ പോകാത്ത കാലത്ത് ഇനി കേട്ട മലയാളം തന്നെ അത് ശരിയായ ഉച്ചാരണം പഠിക്കാത്ത കാലത്ത് വികലമായി ഉച്ചരിച്ച് ശീലിച്ചത് യഥാർത്ഥ മലയാളമാണെന്ന് ധരിച്ചു പോയൊരു കാലമുണ്ട്. മാതൃഭാഷ ആണ് എന്നാണ് ഇപ്പൊ ഈ കുറെ ന്യായീകരണവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. PK ബഷീറിനെ ഒരു പ്രവാചകനായി ഉയർത്തി കാണിച്ചിട്ട്, മലയാള ഭാഷയുടെ പുതിയ അച്ഛനായി ഉയർത്തി കാണിച്ചുകൊണ്ട് PK ബഷീറിനായിട്ട് പിടിച്ചു നടക്കുന്നുണ്ട്. മണ്ടത്തരമാണെന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ ഹീനമായൊരു പ്രവൃത്തിയാണത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളൊരു ഭാഷ പഠിക്കുന്നുവെങ്കിൽ, ഒന്ന് ഇത്രയും കാലമായിട്ട് ഇപ്പൊ സീതി ഹാജി പോലും, ഞാൻ മനസ്സിലാക്കുന്നത് സീതി ഹാജി പോലും മോനേക്കാൾ നല്ല മലയാളം പറയുമായിരുന്നു. പോട്ടെ, ഇവരുടെയൊക്കെ നേതാവ് CH മുഹമ്മദ് കോയ ആണല്ലോ. CH മുഹമ്മദ് കോയ മലബാറിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അത്തോളിയിൽ ആലി മുസ്ലിയാർ എന്ന് പറയുന്ന കാര്യമായ ഭൗതിക വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പിതാവ്. MK മുനീറിന്റെ ഉപ്പ. CH മുഹമ്മദ് കോയ നിയമസഭയിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു മോശം വാക്ക് ഉച്ചരിച്ച് കണ്ടിട്ടുണ്ടോ? നല്ല ഉച്ചാരണ ശുദ്ധിയുള്ള മലയാളത്തിലാണ് സംസാരിച്ചത്. KM സീതി സാഹിബ്, ഓർമ്മയില്ലേ? KM സീതി സാഹിബ് കേരള നിയമസഭാ സ്പീക്കറായിരുന്നു. അതിമനോഹരമായി സംസാരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം എപ്പോഴെങ്കിലും മോശം വാക്ക്, അദ്ദേഹം വേണമെങ്കിൽ കൊടുങ്ങല്ലൂർക്കാരനാണെന്ന് പറയാം. മലബാറിൽ നിന്ന് എത്ര ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. CH മലബാറിലല്ലേ. ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒരു ന്യായമല്ല. ഇത് ശരിയായ മലയാളം പഠിക്കാൻ നമ്മൾ തയ്യാറല്ല, പഠിച്ചിട്ടില്ല എന്നതിന്റെ പ്രഖ്യാപന. പഠിക്കാൻ തയ്യാറുമല്ല. എന്നിട്ടോ ഈ അറിവില്ലായ്മയെ ന്യായീകരിക്കുക. മലയാളം പഠിക്കണമെങ്കിൽ, ഒരു ഭാഷ പഠിക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ വൊക്കാബുലറി പഠിക്കണം, അല്ലെ? അക്ഷരമാല പഠിക്കണം. 51 അക്ഷരമുണ്ട്. 51 അക്ഷരവും ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഉച്ചാരണമാണല്ലോ. സ്വരസ്ഥാനങ്ങൾ അറിയില്ലേ? നമ്മൾ ഉച്ചാരണ സ്ഥാനങ്ങളുണ്ട്, അത് ഉച്ചരിച്ച് പഠിക്കണം. അപ്പോ യാ അല്ല ഴ, മഴയല്ല മയ,
അല്ലേ? ഇവർ ഈ പറയുന്നത് പുഴയല്ലല്ലോ പൊയ, അല്ല കുഴി അല്ലല്ലോ കുഴി. ഇത് വേറിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. നാവൊന്ന് വളച്ചത് ഉച്ചരിച്ച് പഠിച്ചിട്ടില്ല. ഇത് എൻ്റെ ഭാഷയാണ്, എൻ്റെ സംസ്കാരത്തിന്റെ ഭാഷയാണ്, എൻ്റെ പെറ്റമ്മയാണ് ഈ ഭാഷ എന്ന ഓർമ്മ ഉണ്ടായിട്ടില്ല, പഠിച്ചിട്ടില്ല. പഠിക്കാത്ത ന്യായം പറയാം. പിന്നെ ഇതിന് പറയുന്ന സമാന്തരം എന്താണെന്നറിയോ? ഇതിന് സമാനമായ ഉച്ചാരണ വൈകല്യങ്ങൾ പലയിടത്തും ഇല്ലേ? ഉണ്ടെങ്കിൽ അതും തിരുത്തണം. ഇപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കേരള ചരിത്രത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക്, അതും വിവരമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയല്ല, വലിയ ജ്ഞാനമുള്ള ആള്, വിവരമുള്ള ആള് എന്നൊക്കെ പലപ്പോഴും പലരും ധരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് MA ബേബി എന്നാ. MA ബേബി എന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് മലയാളത്തിൽ ഛ എന്ന അക്ഷരം അറിയുമായിരുന്നില്ല. എന്നുവെച്ചാൽ അദ്ദേഹം അക്ഷരം പറഞ്ഞാലും അക്ഷരമാവുള്ളൂ, പരീക്ഷ പറഞ്ഞാലും പരീക്ഷ ആവുള്ളൂ. മനസ്സിലായോ? അദ്ദേഹത്തിന് ശ്രദ്ധിച്ച്, നീ പത്രസമ്മേളനങ്ങൾ സ്ഥിരമായി കാണുന്നല്ലേ അദ്ദേഹത്തിന്റെ. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് അക്ഷരം പറയും. ഇപ്പോ ഉമ്മൻചാണ്ടിക്ക് ഒരു പക്ഷെ ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ മധ്യ തിരുവിതാംകൂറിൽ അങ്ങനെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ 30, അത് 30 നായവർ. ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അവരും തിരുത്തണം. അതിനർത്ഥം ആർക്കെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളതുകൊണ്ട് നമ്മൾ മിസ്റ്റേക്കേ ചെയ്യൂ, നമ്മൾ തെറ്റേ പറയൂ എന്ന് ധരിക്കുന്നത് ശരിയാണോ? പിന്നെ ഇവർ ഈ പറയുന്നത് ഓരോ പ്രദേശത്തിനും, ഇപ്പൊ കേരളത്തിലെ ഓരോ പ്രദേശത്തിനും പ്രാദേശിക ഭാഷാഭേദങ്ങളുണ്ട്. അത് അക്ഷരത്തിന്റെ ഉച്ചാരണമല്ല. നമ്മൾ പ്രാദേശിക ഭാഷാഭേദം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ മലബാറിലുള്ള കുറെ വാക്കുകൾ തെക്കൻ തിരുവിതാംകൂറിലില്ല. തെക്കൻ തിരുവിതാംകൂറിലുള്ള പല വാക്കുകളും മലബാറിൽ മനസ്സിലാവില്ല, പറഞ്ഞ് മനസ്സിലാക്കണം. ഉദാഹരണം, ഇപ്പൊ ഞാനിപ്പോ എനിക്ക് മത്തിയാണ്, നിനക്കെന്താ ചാളയല്ലേ? ചാളയാണ്. ഇത് ഒരേ സാധനമാണ്. അത് ഞാനും നീയും തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോ, രണ്ടുപേരും ഒരുമിച്ച് മത്തി കഴിക്കുമ്പോൾ നമ്മൾ പരസ്പരം ഒരു വാക്ക് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും. അതെ, ചില കാര്യങ്ങൾ അങ്ങനെ. ഇപ്പൊ തെക്കോട്ട് പോയപ്പോ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചെന്ന കൊല്ലം, തിരുവനന്തപുരം ഭാഷകൾ ഇപ്പൊ അച്ഛ അല്ലെ അമ്മ അതേ ഉള്ളൂ. അതിനകത്തൊരു നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അകൽച്ചയാണ്. പക്ഷെ മലബാറിലോട്ട് അച്ഛ നിങ്ങൾ വരുന്നോ, ഉപ്പ അല്ലെ ഉമ്മ നിങ്ങൾ വരുന്നോ. അപ്പൊ ഞാനൊക്കെ ആദ്യമായിട്ട് മലബാറിൽ ചെല്ലുമ്പോൾ നമ്മളെ ഒരാൾ നിങ്ങൾ എന്ന് വിളിച്ചാൽ ഒരു അന്യതാബോധം നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല. ഓരോ പ്രദേശത്തും വ്യത്യാസമുണ്ട്. ഇപ്പൊ തെക്കൻ തിരുവിതാംകൂറിൽ എന്തോന്നാ എന്ന് ചോദിക്കുമല്ലേ, പൊതുവെ ചോദിക്കില്ലേ എന്തോന്നാന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്നാന്ന് ചോദിക്കും. കുറച്ചുകൂടി തെക്കോട്ട് പോയാൽ എന്തുവാന്ന് ചോദിക്കും അല്ലെ. എന്തുവാ, എന്തോന്നാ, എന്നാ. തൃശ്ശൂർ എത്തുമ്പോ എന്തൂട്രാ അല്ലേ ചോദിക്കും. ഇത് മലപ്പുറത്ത് എത്തുമ്പോ എത്താണ്ണി, എത്താ എന്ന് ചോദിച്ചാൽ ഇതാർത്ഥം. അത് നമുക്ക് പ്രാദേശികമായി കുറച്ചുകൂടി അങ്ങോട്ട് പോയി കോഴിക്കോട്ടേക്ക് എന്തേനു എന്ന് ചോദിക്കും. എന്തേനു. കുറച്ചുകൂടി വടക്കോട്ടേക്ക് കണ്ണൂരിലേക്ക് പോകുമ്പോ എന്തോളി എന്ന് ചോദിക്കും. ഇതൊക്കെ ഒരേ വാക്കാണ്. അത് പ്രാദേശിക ഭാഷാഭേദമാണ്. ഒരേ വാക്കിന് ഓരോ പ്രദേശത്ത് ഒരർത്ഥം വരുന്ന വാക്ക് തന്നെ പലതാണ് പല പ്രദേശത്ത്. പക്ഷെ അത് ഉച്ചാരണ ശൈലിയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രാദേശികമായ ഭേദം നമ്മൾ മനസ്സിലാക്കണം. അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പ്രദേശം ചാടിക്കള എന്ന് പറഞ്ഞ ഞാനിപ്പോ ഒരു കാര്യം ഞാനിപ്പോ നിന്നോട് പറയാണ്, ആ കടലാസ് ഒന്ന് എടുത്ത് ചാടിക്കള, നീ എടുത്ത് ചാടുവോ? ഇല്ല, ചാടത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഭാഷ ഇല്ല. നിനക്ക് കോഴിക്കോട്, ഞാൻ മലബാറിൽ ചെന്നപ്പോ ബസ്സിൽ കയറുമ്പോ ചാടിക്കള, അപ്പൊ ബസ്സിൽ നിന്ന് ചാടിക്കോളാം എന്നൊക്കെ പറയുമ്പോ ഇത് മലബാറിൽ എത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ വടക്കേ മലബാറിൽ ചാടിക്കള എന്നാണ് എടുത്ത് എറിയുന്ന, പുറത്തേക്ക് ഇട്ടുകള എന്നാണ് അതിന്റെ അർത്ഥമുള്ളത്. അപ്പോ അങ്ങനെയുള്ള പ്രയോഗം ഓരോ സ്ഥലത്തും പ്രാദേശികമായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ മലബാറിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് മാത്രമുള്ള വാക്കുകൾ ഞാൻ 500 വാക്കുകൾ ഇപ്പൊ അത് പതുക്കെ അന്യം നിന്ന് പോവാണ് കേട്ടോ. അതുപോലെ പക്ഷേ ഈ പിന്നെ കിളിച്ചുട്ടൻ മാമ്പഴം എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ. അന്ന് അതിനകത്ത് ഇറങ്ങിയപ്പോ അതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ആ അവസ്ഥ മുഴുവൻ മലബാറായിരുന്നു. മലബാറിലെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് 2 വിവാഹം കഴിക്കുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനകത്ത് പല വാക്കുകളും ഇറങ്ങിയപ്പോ ഈ തിരുവിതാംകൂറിലുള്ളവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായില്ല, എന്താണ് ഉച്ചരിക്കുന്നത്. അത് ശരിയാണ്. രസമായിട്ട് അത് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എത്രയോ വാക്കുകൾ ഇപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ പിന്നീട് പലപ്പോഴും മലബാറിൽ നിന്ന് സ്വീകരിച്ചതും തെക്കുന്ന് ഇങ്ങോട്ട് സ്വീകരിച്ചതൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് പണ്ട് EMS ഇമ്പിച്ചി ബാവയോട് ചോദിച്ചത്ര. ഇമ്പിച്ചി ബാവ പൊന്നാനിക്കാരനാണ്, മലപ്പുറത്തുകാരൻ. ഇമ്പിച്ചി ബാവയോട് ഒരു പാർട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കുമല്ലോ നേതാക്കന്മാര്. ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് EMS ചോദിച്ചത്ര, വിപ്ലവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് EMS ചോദിച്ചത്ര. അപ്പൊ ആരും മിണ്ടുന്നില്ല. ഇമ്പിച്ചി ബാബുവിന് എന്തിനു ഉത്തരം പറയുമല്ലോ. ഇമ്പിച്ചി ബാബു എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്താ മനസ്സിലായതെന്ന് പറഞ്ഞ് കച്ചറയണെന്ന്. EMS തന്നെ എട്ടിപ്പോയി. EMSന് പക്ഷെ മനസ്സിലായി, EMS അടുത്തേരനാണല്ലോ. കച്ചറ ആ വാക്ക് പിന്നെ ഇങ്ങോട്ട് വരുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞങ്ങളിപ്പോ കൺഫ്യൂഷൻ എന്നുള്ളതിന് മലയാളത്തിൽ എന്താ പറയാ, ആശയക്കുഴപ്പം എന്ന് പറയില്ലേ ശരിയായ മലയാളത്തിൽ, അതിന് ഞങ്ങൾ എക്കച്ചക്ക എന്ന് പറയും. അവിടെ ഒരു വാക്ക് പറയും. അതൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉണ്ടാകുന്ന പ്രശ്നമാണത്. ചക്കളത്തി എന്നൊരു വാക്കുണ്ട്. എന്താ
ഒരു ഭർത്താവിന് 2 ഭാര്യമാരുണ്ടെങ്കിൽ അവരാണ് ചക്കളത്തിമാര്. അതിന് തത്തുല്യമായ ഒരു പദം വേറെ ഇല്ല. അത് പറയുമ്പോൾ തന്നെ ആ ചക്കളത്തി തന്നെ കൊള്ളാം. ഞാൻ പറയുന്നത് ഇതൊക്കെ ഓരോ പ്രദേശത്തും പരസ്പരം മനസ്സിലാവേണ്ടതാണ്. നമ്മളെ മത്തിയും ചാളയും പോലെ വെച്ചു മാറാവുന്ന സംഗതികളത്. ഒരു പ്രദേശത്തുള്ള വാക്ക് വേറെ പ്രദേശത്ത് വ്യത്യാസം. അതിനാണ് പ്രാദേശിക ഡയലക്ട് എന്ന് പറയും. ലാംഗ്വേജും ഉണ്ട്. എവ്രി ലാംഗ്വേജ് ഹാസ് ഗോട്ട് സോ മെനി ഡയലക്ട്സ്. അങ്ങനെയാണ്, വ്യത്യസ്ത പ്രാദേശിക ഭാഷകളുണ്ട്. അതിനർത്ഥം മാനക ഭാഷ പഠിക്കേണ്ട എന്നല്ല. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മാനക ഭാഷ ഏതാണ്? മലയാളമാണ്. ഇതാണ് നമ്മുടെ അധ്യയന മാധ്യമം. ഇതാണ് സ്കൂളിൽ പഠിക്കേണ്ടത്. ഇതാണ് മലയാളക്കരയിൽ പിറന്നു വീണ എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കേണ്ടത്. അത് 51 അക്ഷരങ്ങളാണ്. അതിന്റെ ഉച്ചാരണങ്ങളുണ്ട്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറല്ല. അതിന്റെ പ്രയോഗമാണിത്. ഇപ്പൊ ഒരു കാര്യം ഓർത്ത് നോക്കൂ. പ്രാദേശിക മലയാളം വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഒരുപോലെ, ഇപ്പോൾ നിങ്ങൾ തെക്കൻ തിരുവിതാംകൂറിൽ തുടങ്ങിക്കോ. ഞാൻ മലയാളം പഠിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. സി വി രാമൻപിള്ളയെ വായിച്ചു നോക്കൂ. സി വി രാമൻപിള്ളയുടെ പല മലയാള പദങ്ങളും ഇന്നിപ്പോൾ വടക്കോട്ടും ഒന്നും ആർക്കും മനസ്സിലാവില്ല, വള്ളുവനാട്ടിലൊന്നും മനസ്സിലാവില്ല. എന്തുകൊണ്ടാ കാരണം? അത് അവിടുത്തെ ഒരു പ്രാദേശിക സംശുദ്ധമായ ഒരു പ്രാദേശിക ക്ലാസിക് മലയാളം ഉണ്ട്. സി വി രാമൻപിള്ള. നീ അരനാഴിക നേരം വായിച്ചു നോക്കൂ പാറപ്പുറത്തിന്റെ. അത് കോട്ടയം മലയാളത്തിന്റെ മനോഹാരിതയാണ്. നീ ആലാഹയുടെ പെൺമക്കൾ വായിച്ചു നോക്കൂ. തൃശ്ശൂർ ഭാഷ എത്ര മനോഹരാന്ന് എനിക്ക് മനസ്സിലാവും. നീ ഇപ്പോ പി എ മുഹമ്മദ് കോയ എന്ന് പറയുന്ന പഴയൊരു എഴുത്തുകാരുണ്ട് കോഴിക്കോട്, പഴയ നോവലിസ്റ്റ്. സുൽത്താൻ വീട്, സുറുമയിട്ട കണ്ണുകളൊക്കെ കേട്ടില്ല, എഴുതിയ കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ഭാഷ കോഴിക്കോടൻ മലയാളമാണ്. സി വി ബാലകൃഷ്ണൻ കാസർഗോട്ടും ഒക്കെ വടക്കേ മലബാറിലെ ഭാഷയാണ്. ഇവരൊക്കെ തമ്മിൽ കൊടുക്കാനും വാങ്ങാനും ഉണ്ട്. ഇതൊക്കെ കൊടുക്കുക ഏത് ഭാഷയിലാ? ഒരു നോവലിലെ ഒരു പ്രാദേശിക, വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം താലൂക്കിൽ തലവലപ്പറമ്പിൽ ഇന്നലെ എഴുതിയത് ഇന്റെ ഉപ്പുപ്പാക്കർ ആനയുണ്ടാർന്ന് എന്ന് ഡയലോഗാണ് കേട്ടോ. അത് ഒരു മുത്തശ്ശിയുടെ ഡയലോഗാണ്. ഡയലോഗിൽ മാത്രമേ ബഷീർ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഡയലോഗിൽ പ്രയോഗിച്ചുള്ള ഗുണം എന്താ? ആ പ്രദേശത്തെ ആളുകൾ ആ കാലഘട്ടത്തിൽ സംസാരിച്ചിരുന്ന ഭാഷ മനസ്സിലാവും, അത്രേ ഉള്ളൂ. അല്ലാതെ ബഷീറിന്റെ സാധാരണ എഴുത്തു ഭാഷയൊന്നും മോശം ഭാഷയല്ല. അപ്പൊ ഇത് ഇവര് മനസ്സിലാക്കുന്നില്ല. ഒരു മാനക ഭാഷയാണ് മലയാളമെന്നും അതാണ് നമ്മൾ സംശുദ്ധമായി. അത് ഉച്ചരിക്കാൻ പഠിക്കാത്തവന് മലയാളം പഠിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ കഥ ഈ പറയുന്ന എന്താ പറയാ, പ്രാസമില്ലാതെ വൃത്തമില്ലാതെ കവിത എഴുതാം എന്നാണല്ലോ ആധുനികന്മാർ പറയണത്. പക്ഷെ അതിന്റെ ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്നറിയോ? പ്രാസം എന്താണ്, വൃത്തം എന്താണ് എന്ന് കമ്പ് പഠിച്ചവന് മാത്രമേ പ്രാസമില്ലാതെ വൃത്തമില്ലാതെ കവിത എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മലയാളം പഠിക്കാതെ ഞമ്മക്കിതൊക്കെ മതി എന്ന് പറയുന്ന ഒരു ന്യായം ഉണ്ടല്ലോ. അത് ഏത് മുസൽമാന്റെ കണക്കിലാണെങ്കിലും പുതിയ ഇസ്ലാം ഞാൻ പറയുന്നത് പുതിയ കുട്ടികൾ അംഗീകരിക്കില്ലെന്നേ. എത്ര MA-ക്കാരാണ് മലയാളത്തിലിപ്പോ, എത്ര പ്രൊഫസർമാരാണ് മലയാളത്തിലിപ്പോ. അതൊന്നും നമ്മുടെ ഭാഷയെ നെഞ്ചേറ്റുകയും ആ ഭാഷ തെറ്റുകൂടാതെ ഉച്ചരിക്കാനും പഠിക്കണം. ഏറ്റവും ചുരുങ്ങിയത് നിയമസഭ പോലെ ഒരു പൊതുവേദിയിൽ, നിയമസഭ പോലെ എല്ലാ മലയാളിക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഉച്ചാരണമാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. അത് അറിയില്ലെങ്കിൽ അത് പറയാം. നല്ല മലയാളം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വായിക്കുക. വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇതാണ് ശരിയായ മലയാളം എന്ന് വാദിക്കാൻ നിൽക്കാതിരിക്കുക. പി കെ ബഷീർ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ ഗുണ്ടായിസൊക്കെ കളിച്ചുകൊള്ളട്ടെ, പക്ഷെ മലയാളത്തോട് ഗുണ്ടായിസം കാണിക്കരുത്. ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും ബഷീറിനോട് പറയണം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.